നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. വിശദമായ വാർത്തകളിലേക്ക്. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ ഇന്നലെയായിരുന്നു ചോദ്യം ചെയ്യൽ. 4 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ദുൽഖറിന്റെ 4 കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലാലി സൂചിപ്പിച്ചതുപോലെ 4 കാറുകൾ ദുൽഖറിന്റെ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലെ ഈ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്? ഈ ഭൂട്ടാനിലെ കൂടുതൽ കാറുകൾ ഈ ദുൽഖറിന്റെ പക്കൽ ഉണ്ട് എന്നുള്ള വിലയിരുത്തലിലാണോ അന്വേഷണ സംഘമുള്ളത്? തീർച്ചയായിട്ടും ഈ ഭൂട്ടാനിൽ നിന്ന് എത്തിയ കാറുകളിൽ ഏറിയ പങ്കുകൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബയർ എന്ന് പറയുന്നത് ശരിക്കും ദുൽഖർ സൽമാൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ കാറുകൾ പരസ്യമായി തന്നെ പലരും കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ അകത്തുള്ള ഒരു കാർ ഒരു സിനിമയിൽ ഒരു തെലുങ്ക് ചിത്രത്തിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഏറെ വിവാദങ്ങൾക്കിടം നൽകിയ ഒന്നായിരുന്നു ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡ് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ. ഈ സംഭവത്തിന് പിന്നാലെ ഒരു സമൻസും അയച്ചിരുന്നു ദുൽഖർ സൽമാനോട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്നലെ കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഓഫീസിൽ 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ നടന്നത്. ഈ വാഹനം എവിടെ നിന്ന് വന്നു, ആരായിരുന്നു ഏജന്റ്, എത്ര മൂല്യം ഇതിനു വേണ്ടി നൽകിയിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ എന്തെല്ലാം വിവരങ്ങൾ ദുൽഖർ സൽമാൻ അറിയാം എന്നീ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിച്ചറിഞ്ഞത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുൽഖർ സൽമാൻ ഇതിൻ്റെ അകത്തൊരു ക്രൈം ഉണ്ട് എന്ന കാര്യം അറിഞ്ഞിരുന്നില്ല എന്ന കാര്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. കാരണം കാർ വാങ്ങിയത് നേരത്തെ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അവിടെ നിന്ന് കാർ വാങ്ങുന്നത് ഒരു ഏജന്റ് മുഖേനയാണ്. ആ ഏജന്റിന് കൃത്യമായി ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് പണം കൈമാറിയിട്ടുള്ളത്. അതിന് പിന്നാലെ ഈ വാഹനത്തിന് കൃത്യമായ ഇടങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അന്വേഷിച്ചിരുന്നില്ല എന്ന കാര്യമാണ്. പക്ഷേ ഇതിന്റെ മൊഴി കൂടുതൽ പരിശോധിച്ച ശേഷം ദുൽഖർ സൽമാനെ കൂടുതൽ ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ലാൽ കൃഷ്ണയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃശൂർ അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കാനുള്ള മന്ത്രിതല ചർച്ച പരാജയപ്പെട്ടു. ശ്രമം തുടരുമെന്നും അടുത്തയാഴ്ച വീണ്ടും ചർച്ച നടത്തുമെന്നും മന്ത്രിമാർ വ്യക്തമാക്കി. സമരം ശക്തമായി തുടരാനാണ് UNA തീരുമാനം. ചർച്ച പരാജയമാണ്. കാരണം സർക്കാർ 1-2 പ്രപ്പോസൽ വെച്ചു. ആ പ്രപ്പോസലുകളെല്ലാം തള്ളുന്ന രീതിയിലാണ് മാനേജ്മെൻറ്റ് അതിൽ നിലപാട് സ്വീകരിച്ചത്. മാത്രമല്ല സർക്കാർ ഉത്തരവിറക്കണം എന്നുള്ള കാര്യത്തിന് അവർ ഉറച്ചു നിന്നു. അപ്പോൾ ലേബർ കോഡ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നടപടികൾ ത്വരിതപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഇടക്കാലാശ്വാസം ലഭിക്കണം. മറ്റു ആശുപത്രിയിൽ കിട്ടിയ പോലെ തന്നെ ഒരു വർധനവ് കിട്ടണം. ജീവനക്കാരെ സുരക്ഷിതമായിട്ട് തൊഴിൽ പീഡനം സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ആവശ്യങ്ങൾ സംഘടന നടത്തി. അപ്പോൾ വീണ്ടും ഒരു ചർച്ച അടുത്ത ആഴ്ച തന്നെ വിളിക്കാമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും പറഞ്ഞുള്ളത്. അതുവരെ ശക്തമായി സമരം തുടരാൻ ഞങ്ങളും തീരുമാനിച്ചു. വിവിധ മേഖലകളിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുന്നതിനുള്ള നിയമം പ്രഖ്യാപിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജിബിൻ, ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. സമരം ശക്തമാക്കുമെന്ന് UNA അറിയിക്കുന്നുണ്ട്. ഇനിയൊരു ചർച്ച ഉണ്ടാകുമോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്? അമൃത, ഇന്ന് നടന്ന ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഉടൻ തന്നെ അടുത്തൊരു ചർച്ച ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് മന്ത്രിതലത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ മിനിമം വേതനം 40,000 രൂപയാക്കി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നഴ്സുമാരുടെ സംഘടനയായ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ അമല ജൂബിലി ആശുപത്രികളിൽ സമരം നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇടക്കാല അലവൻസ് നൽകണമെന്നുള്ള ഒരു ആവശ്യം കൂടി മാനേജ്മെന്റിനോട് ഇവർ ആവശ്യപ്പെടുകയും പക്ഷേ അത് മാനേജ്മെന്റ് തള്ളുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സമരം ശക്തമായ സാഹചര്യത്തിൽ ഇന്ന് മന്ത്രിതല ചർച്ച തിരുവനന്തപുരത്ത് വെച്ച് നടന്നത്. ഇതിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ നഴ്സുമാരുടെ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. പക്ഷേ ഈ ചർച്ചയും ഒരു തീരുമാനമാകാതെ പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഈ മന്ത്രിതലത്തിൽ ഇവർ പറഞ്ഞിരുന്നത് ഇടക്കാല ആശ്വാസം, അതായത് നിലവിൽ അതായത് UNA അംഗീകരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 2026 വരെ ജൂബിലി ആശുപത്രിയാണ് ഏറ്റവും ഉയർന്ന ശമ്പളം നൽകിയിരുന്ന ഒരു ആശുപത്രി. പക്ഷേ മറ്റു പല ആശുപത്രികളും ഇപ്പോൾ സമരത്തെ തുടർന്ന് ഈ ശമ്പളം വർദ്ധിപ്പിച്ചിരുന്നു. പക്ഷേ ജൂബിലി ആശുപത്രി അതിന് തയ്യാറായില്ല. ഇവർ സർക്കാരിൽ നിന്ന് അത്തരത്തിലൊരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ, സർക്കാരിൽ നിന്ന് ഈ മാനേജ്മെന്റിന് ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ശമ്പളം വർദ്ധിപ്പിക്കൂ എന്നുള്ള ഒരു നിലപാടാണ് ആശുപത്രി മാനേജ്മെന്റുകൾ എടുത്തിരുന്നത്. പക്ഷേ ആ സമയത്ത് UNAയും നഴ്സുമാരുടെ പ്രതിനിധികളും ആവശ്യപ്പെട്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഇടക്കാല ആശ്വാസമായി ഇടക്കാല വർധനമെങ്കിലും നൽകണമെന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ മാനേജ്മെന്റ് അത് തയ്യാറായില്ല. ഇന്ന് നടന്ന ചർച്ചയിലും അതേ നിലപാട് തന്നെയാണ് ആശുപത്രി മാനേജ്മെന്റുകൾ സ്വീകരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഒരു തീരുമാനമാകാതെ ചർച്ച വരും. എന്തായാലും ഉടൻ തന്നെ മറ്റൊരു ചർച്ച കൂടി ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം അടുത്തയാഴ്ച വീണ്ടും ചർച്ച നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഫ്രാൻസിലേക്ക്. ഫ്രഞ്ച് കമ്മ്യൂണിറ്റി പാർട്ടിയുടെ 40ാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനാണ് യാത്ര. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എപ്പോഴാണ് യാത്ര? അമൃത, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഫ്രാൻസിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 40ാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനാണ് ബിനോയ് വിശ്വം ഫ്രാൻസിലേക്ക് പോകുന്നത്. വിദേശ പ്രതിനിധിയായിട്ടാണ്
ബിനോയ് വിശ്വത്തെ പാർട്ടി കോൺഗ്രസിൽ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പങ്കെടുപ്പിക്കുന്നത്. ഈ മാസം 3 മുതൽ 5 വരെ ഫ്രാൻസിലെ സാംസ്കാരിക നഗരമായ ലിലെ പട്ടണത്തിലാണ് ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അതിലായിരിക്കും ബിനോയ് വിശ്വം പങ്കെടുക്കുക. 5-ാം തീയതി വരെയാണ് അദ്ദേഹം ഫ്രാൻസിൽ ഉണ്ടാകും. പിന്നീട് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങും. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴ തുടരുന്നു. പ്രമുഖ എനർജി ഡ്രിങ്ക് കമ്പനികൾക്കെതിരെ നടപടിയുമായി ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി. റെഡ്ബുൾ, പെപ്സിക്കോ, കൊക്കക്കോള തുടങ്ങിയ 6 കമ്പനികൾക്ക് FSSAI നോട്ടീസ് നൽകി. എനർജി ഡ്രിങ്ക് എന്ന പേര് നൽകി ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതാണ് അതോറിറ്റിയുടെ നിലപാട്. ഉന്മേഷം നൽകും, ഏകാഗ്രത വർദ്ധിപ്പിക്കും തുടങ്ങിയ പരസ്യവാചകങ്ങൾ നിയമവിരുദ്ധമാണെന്നും FSSAI പറയുന്നു. PR അരവിന്ദുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, ഇപ്പോൾ 6 കമ്പനികൾക്കാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ നോട്ടീസിൽ പറയുന്നത്? ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിക്ക് കാരണം എന്താണ്? അമൃത, പ്രമുഖ എനർജി ഡ്രിങ്ക് കമ്പനികൾക്കെതിരെയാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. റെഡ്ബുൾ, പെപ്സിക്കോ, അതുപോലെ തന്നെ കൊക്കക്കോള തുടങ്ങിയ 6 കമ്പനികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾക്ക് എനർജി ഡ്രിങ്ക് എന്ന പേര് നൽകി ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ കമ്പനികൾ ചെയ്യുന്നതെന്നാണ് FSSAI ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ പലതരത്തിലുള്ള പരസ്യവാചകങ്ങൾ ഈ കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട്. ഉന്മേഷം നൽകും, അതുപോലെ തന്നെ ശരീരത്തിന്റെ മനസ്സിനും ഏകാഗ്രത വർദ്ധിപ്പിക്കും തുടങ്ങിയ പരസ്യവാചകങ്ങൾ നൽകുന്നു. ഇത് തീർത്തും നിയമവിരുദ്ധമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ അത് പൂർണ്ണമായും ഒഴിവാക്കണം എന്നതാണ് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൃത്യമായി തന്നെ ഇതിലൊരു മറുപടി നൽകാൻ കൂടി ഇപ്പോൾ ഈ കമ്പനികൾക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെഡ്ബുൾ, അതുപോലെ തന്നെ പെപ്സിക്കോയുടെ അഡ്രിനാലിൻ റഷ്, റിലയൻസിന്റെ കാമ്പ എനർജി, സ്വിംഗ്, എൽ എനർജി, അതുപോലെ തന്നെ കൊക്കക്കോളയുടെ മോൺസ്റ്റർ എനർജി എന്നീ 6 കമ്പനികൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിലും എനർജി ഡ്രിങ്ക്, നമുക്കറിയാം ഈ റെഡ്ബുൾ അടക്കമുള്ള കമ്പനികൾ ഇത്തരത്തിൽ എനർജി ഡ്രിങ്ക് ആണെന്നുള്ള പരസ്യം നൽകിയാണ് ജനങ്ങൾക്കിടയിലേക്ക് വിപണനത്തിന് എത്തുന്നത്. വലിയ രീതിയിൽ ഉന്മേഷം ലഭിക്കുമെന്നുള്ള അടക്കമുള്ള പരസ്യം നൽകുന്നുണ്ട്. പക്ഷേ ഈ പരസ്യം തീർത്തും അടിസ്ഥാനരഹിതമാണ്. ഇത് നിയമവിരുദ്ധമെന്ന് തന്നെയാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. അമൃത, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. 24 ബിഗ് ബ്രേക്കിംഗ്. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാദ വിവാഹത്തിൽ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് നീട്ടണമെന്നാവശ്യപ്പെട്ട് ഭർത്താവ് ഫർമാൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. മധ്യപ്രദേശ് പ്രത്യേക കോടതി ജാമ്യ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണം പൂർണ്ണമായിട്ടില്ലെന്നും പ്രതി അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം തള്ളിയത്. മധ്യപ്രദേശിലെ മണ്ഡലേശ്വർ ജില്ലാ സെഷൻസ് കോടതിയാണ് വൈറൽ കുംഭമേള താരത്തിന്റെ ഭർത്താവ് ഫർമാന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഫർമാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി യാതൊരു തരത്തിലും സഹകരിച്ചിട്ടില്ല. ഈ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ കേസിന്റെ മുന്നോട്ടു പോക്കിനെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നും കോടതി നിരീക്ഷിച്ചു. സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി ശരിവച്ചു. ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഫർമാനെ അറസ്റ്റ് ചെയ്യാൻ മധ്യപ്രദേശ് പോലീസ് നീക്കങ്ങൾ ശക്തമാക്കും. അതിനിടെ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ ഫർമാൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. അറസ്റ്റ് തടഞ്ഞുള്ള മുൻ ഉത്തരവ് നീട്ടണമെന്നാണ് ആവശ്യം. ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. 24 ഡൽഹി. നീറ്റ് PG പരീക്ഷാ രീതികളിൽ നിർണായക മാറ്റങ്ങളുമായി നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ്. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന അടിസ്ഥാനത്തിൽ ഇനി ഇഷ്ടമുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ ലഭിക്കില്ല. PG പരീക്ഷയ്ക്ക് ആദ്യമായി ആധാർ അധിഷ്ഠിത ബയോമെട്രിക് വെരിഫിക്കേഷൻ നടപ്പിലാക്കുമെന്നും NBEMS അറിയിച്ചു. ഓഗസ്റ്റ് 30 നടക്കാനിരിക്കുന്ന നീറ്റ് PG പരീക്ഷയിലാണ് സുപ്രധാന മാറ്റങ്ങൾ വരുന്നത്. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ഇഷ്ടമുള്ള പരീക്ഷാ കേന്ദ്രം ലഭിക്കുന്ന പഴയ രീതി പൂർണ്ണമായും ഒഴിവാക്കി. പരീക്ഷാ കേന്ദ്രം ഉറപ്പിക്കാൻ ഇനി ധൃതി പിടിച്ച് അപേക്ഷിക്കേണ്ടതില്ല. വിദ്യാർത്ഥികൾക്ക് മുൻഗണനാ ക്രമത്തിൽ 3 സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാം. ആദ്യത്തെ ചോയ്സ് വിദ്യാർത്ഥികളുടെ നിലവിലെ വിലാസമുള്ള സംസ്ഥാനവും ബാക്കി 2 അയൽ സംസ്ഥാനങ്ങളുമായിരിക്കണം. അപേക്ഷ നൽകിയ ശേഷം വിലാസം മാറ്റാൻ സാധിക്കില്ല. കൂടാതെ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് വെരിഫിക്കേഷനും പരീക്ഷയ്ക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് കർശന നിർദ്ദേശം. 24 ഡൽഹി. വിദേശ സംഭാവന ഭേദഗതി നിയമത്തിനെതിരായ പ്രമേയം പാസാക്കിയ നിയമസഭ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുവെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള ഇടപെടലാണെന്നും പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രമേയത്തെ എതിർത്ത BJP MLA B മുരളീധരന്റെ ഭേദഗതി നിയമസഭ തള്ളി. ഭേദഗതിയും ഭേദഗതി നിർദ്ദേശവും അടിയന്തരമായി പിൻവലിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതായിരുന്നു സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയം. പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് FCRA നിയമ ഭേദഗതിയെന്ന് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19, 25, 29 എന്നിവയിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായതും രാജ്യത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന സംഘടനകളുടെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്നതുമായ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി നിർദ്ദേശവും
ചട്ടഭേദഗതിയും അടിയന്തരമായി പിൻവലിക്കണമെന്ന് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഭരണഘടന നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ ഭരണകൂടം തന്നെ നിയന്ത്രണം കൊണ്ടുവരുന്നു. നിയമഭേദഗതി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പോലും സാമ്പത്തിക ഭദ്രത ഇല്ലാതാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രമേയത്തെ എതിർത്ത് BJP MLA വി മുരളീധരൻ ഭേദഗതി ഉന്നയിച്ചു. വിദേശ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് FCRA ഭേദഗതി ഉറപ്പുവരുത്തുമെന്ന് വി മുരളീധരൻ MLA. പ്രവർത്തനരഹിതമായ NGO-കൾ FCRA ലൈസൻസ് നിലനിർത്തുന്നതിന് 2 സാമ്പത്തിക വർഷങ്ങളിലായി വിദേശ സംഭാവനയായി ലഭിച്ച തുകയിൽ 10 ലക്ഷം രൂപയെങ്കിലും ചെലവഴിച്ചിരിക്കണം എന്ന മാനദണ്ഡം വിദേശ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്നുറപ്പാക്കും. വി മുരളീധരന്റെ ഭേദഗതി നിയമസഭയുടെ അന്തസ്സത്തേക്ക് നിരക്കാത്തതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2-നെതിരെ 111 വോട്ടുകൾക്കായിരുന്നു ഭേദഗതി സഭ തള്ളിയത്. 24 തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയുമായ A. പത്മകുമാർ ആശുപത്രിയിൽ. കൊച്ചി അമൃത ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽ, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണോ? ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളല്ല അദ്ദേഹത്തിന് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരമനുസരിച്ച് ഇന്ന് പകലാണ് അദ്ദേഹത്തെ എത്തിച്ചത്. അദ്ദേഹത്തിന് രാവിലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് അദ്ദേഹം. പക്ഷേ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് അമൃത ആശുപത്രി അധികൃതർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തതിനാൽ തന്നെ മറ്റു പ്രശ്നങ്ങളില്ല എന്നും മറ്റെന്തെങ്കിലും കാര്യത്തിലുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പിന്നീട് വ്യക്തമാക്കും എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബവും അമൃത ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ലാൽകൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ആഗോള ക്രിക്കറ്റിംഗ് ബ്രാൻഡായ ബ്ലൂ ടൈഗേഴ്സ് UK-യുടെ സഹ ഉടമയായി വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ക്രിസ് ഗെയിൽ. കേരള ക്രിക്കറ്റ് ലീഗിലെ സഞ്ജു സാംസണിന്റെ ടീമായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ മെന്റർ റോളിലും ഇതോടെ ഗെയിലിനെ കാണാം. കേരളത്തിന്റെ ക്രിക്കറ്റ് വളർച്ചയ്ക്കും ഈ നീക്കം ഗുണം ചെയ്യുമെന്ന് ബ്ലൂ ടൈഗേഴ്സ് MD സുഭാഷ് ജോർജ് മാനുവൽ 24-നോട് പറഞ്ഞു. യൂണിവേഴ്സൽ ബോസ് ക്രിസ് ഗെയിൽ ഇനി ബ്ലൂ ടൈഗേഴ്സ് UK-യുടെയും ബോസ്. ബ്ലൂ ടൈഗേഴ്സിന്റെ സഹ ഉടമയായാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ഇതിഹാസം ചുമതലയേറ്റിരിക്കുന്നത്. ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ക്രിക്കറ്റ് ബ്രാൻഡ് കെട്ടിപ്പടുക്കുന്നതിനൊപ്പം വളർന്നുവരുന്ന യുവപ്രതിഭകൾക്ക് മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കുക. ഇതാണ് ബ്ലൂ ടൈഗേഴ്സിന്റെ മോട്ടോ. ഇതിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് ക്രിസ് ഗെയിലിന്റെ വരവ്. കേരള ക്രിക്കറ്റ് ലീഗ് ടീം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ മെന്റർ റോളിലും ക്രിസ് ഗെയിലിനെ കാണാം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഐക്കൺ പ്ലെയറാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. കേരളത്തിൽ നിന്നുള്ള മികച്ച ക്രിക്കറ്റ് പ്രതിഭകളെ കണ്ടെത്തുന്നതിലും അവരെ വളർത്തിയെടുക്കുന്നതിലും ക്രിസ് ഗെയിൽ സജീവമായി ഇടപെടും. ഗെയിലിനെ ബ്ലൂ ടൈഗേഴ്സ് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ സാധിച്ചത് വലിയ അംഗീകാരമാണെന്ന് ബ്ലൂ ടൈഗേഴ്സ് മാനേജിംഗ് ഡയറക്ടർ സുഭാഷ് ജോർജ് മാനുവൽ. അപ്പോൾ നമ്മളൊരു സാധാരണ ബ്രാൻഡ് അംബാസിഡർ അപ്പുറത്ത് നമ്മളൊരു കോ ഓണറായിട്ട് വരുമ്പം ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം അദ്ദേഹം ആക്റ്റീവ്ലി ഇൻവോൾവ് ആവും ഈ ബ്രാൻഡ് വളർത്താനും. അതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റേഴ്സ്, ഇപ്പോൾ നമ്മുടെ KCL കേരള ക്രിക്കറ്റ് ലീഗിൽ നമുക്കൊരു ഫ്രഞ്ചൈസി ഉണ്ട്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. അപ്പം അതിലുമെല്ലാം അദ്ദേഹം മെൻറ്ററായിട്ടും ട്രെയിനിങ്ങിനും നമ്മുടെ മാച്ചസിനും ഒക്കെ വരാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ആൻ എക്സൈറ്റിംഗ് മൂമെന്റ് ഫോർ കേരള ക്രിക്കറ്റ്. ക്രിസ് ഗെയിലിന്റെ അനുഭവ സമ്പത്തും ആഗോളതലത്തിലുള്ള സ്വീകാര്യതയും ക്രിക്കറ്റിനോടുള്ള അഭിനിവേശവും ബ്ലൂ ടൈഗേഴ്സിന്റെ പ്രയാണത്തിന് മുതൽക്കൂട്ടാവുമെന്നും സുഭാഷ് ജോർജ് മാനുവൽ പറഞ്ഞു. സ്പോർട്സ് ഡെസ്ക് 24. കഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വാർത്ത പുറത്തുവരുന്നത് അദാനി കമ്പനി കത്ത് നൽകിയെന്നുള്ളതാണ്. ഈ ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിന്റെ അനുമതി തേടിയാണ് അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയിരിക്കുന്നത്. എന്നിപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ ഈ വിഷയത്തിലൊരു ആശങ്കയൊക്കെ രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടിയാണ്. ജിബിൻ JB ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജിബിൻ, വിവരങ്ങൾ. അമൃത, കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപത്തിന് തയ്യാറായി അദാനി ഗ്രൂപ്പ് ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള MSC അപേക്ഷ നൽകിയെന്നുള്ള ഒരു വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവാണ് ആദ്യം ഇക്കാര്യം സഭയിൽ ചൂണ്ടിക്കാട്ടിയത്. അതായത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അദാനിയുടെ ഓഹരികൾ വിൽക്കുന്നു എന്നുള്ള കാര്യം അത് വലിയ രീതിയിലുള്ള ഒരു ആഘാതം വിഴിഞ്ഞത്തിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ ഉണ്ടാക്കും എന്നുള്ള ഒരു കാര്യം സഭയിൽ ഉന്നയിച്ചു. ഇതിന് പിന്നാലെയാണ് വിഴിഞ്ഞം അദാനി ഗ്രൂപ്പ് ഇത്തരത്തിലൊരു ആവശ്യമായി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളൂ. പിന്നീട് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം മാറ്റുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ അദാനിയുമായി VD സതീശൻ ഒരു ഡീലിലേക്ക് ഏർപ്പെട്ടു എന്ന് തന്നെയാണ് ഇന്ന് വൈകുന്നേരം തോമസ് ഐസക്കിനെ പോലുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കൾ പറയുകയും ചെയ്തത്. കാരണം ഈ 2,497 കോടി രൂപ മുടക്കുന്ന ഒരാൾ
2,497 കോടി രൂപയാണ് ഇത് മുടക്കുന്നത്. അത് ചെറിയൊരു മീനല്ല. അദാനി എന്ന് പറയുന്നത് വിഴിഞ്ഞത്തേക്ക് വരുന്ന ഒരു കുത്തക കമ്പനി തന്നെയാണ്. അതുകൊണ്ട് സർക്കാർ ഇതിന് കൂട്ടുനിൽക്കല്ല എന്നാണ് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ ഇത്തരത്തിലൊരു കത്ത് അല്ലെങ്കിൽ ഒരു നീക്കത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല, സംസ്ഥാന സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരിന് മുന്നിൽ ഒരു കത്തുമായി അദാനി ഗ്രൂപ്പ് എത്തിയിരിക്കുകയും ചെയ്യുന്നത്. അമൃത, ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ലുലു മാളിൽ ലുലു ഓൺ സെയിൽ ഓഫർ വേള വരുന്നു. ജൂലൈ 9 മുതൽ 12 തീയതി വരെയാണ് മെഗാ ഫ്ലാറ്റ് 50 സെയിൽ നടക്കുക. ലുലു മാളിലെ 500-ലധികം അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ഈ ഓഫർ മേളയുടെ ഭാഗമാകും. പ്രമുഖ ബ്രാൻഡുകളുടെ തുണിത്തരങ്ങളും ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ 50% വരെ വിലക്കുറവിൽ സ്വന്തമാക്കാൻ കഴിയും. എൻഡ് ഓഫ് സീസൺ സെയിലിന്റെ ഭാഗമായി ലുലുവിന്റെ സ്റ്റോറുകളിലും ഇളവുകൾ ഉണ്ടായിരിക്കും. മെഗാ സെയിലിന്റെ ഭാഗമായി കൊച്ചി മെട്രോ അധിക സർവീസുകൾ നടത്തും. ലുലു ഓൺ സെയിലിന്റെ ഔദ്യോഗിക ഡേറ്റ് അനൗൺസ്മെന്റ് ചടങ്ങ് മാളിൽ വെച്ച് നടന്നു. വാർത്തയോടെ വാർത്താമഴ പൂർണ്ണമാവും.